ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ മിനി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പയുടെ അമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഞാനും അപ്പ അമ്മ ചേച്ചി എല്ലാവരും കൂടെ പോകണം കേട്ടോ പുറത്തേക്ക്. അത് ബസ്സിൽ ഞങ്ങൾ മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ അതാ കുട്ടാപ്പി അകത്ത് കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവനെ പുറത്താക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം അവന് പുറത്താക്കി പോയില്ലെങ്കിൽ അവൻ അകത്ത് നമ്മൾ വരുമ്പോഴേക്കൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും കേട്ടോ. അത് കാരണം അവനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇടാം. അപ്പോൾ അവൻ സമ്മതിക്കണില്ല കേട്ടോ. അവൻ കിടന്ന് ഞാൻ പോവില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവനെ ഇവിടെ പുറത്തേക്കാക്കി ഈ സോഫയ്ക്ക് ഇങ്ങനെ ഇട്ടേക്കണത് കാരണം ഇവൻ കയറി കിടന്ന് അതുമൊക്കെ ആകെ മഴയത്ത് നിറയെ ചെളിയാക്കൂട്ടെ. അത് കാരണമാണ് കേട്ടോ നമ്മൾ സോഫയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ അവൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ അവൻ പിണങ്ങി പോയിട്ടാ. ഇനി കുറേ കഴിയുമ്പോൾ വന്ന് നമ്മൾ പോയാലും കുറേ കഴിയുമ്പോൾ വന്ന് ഗ്രില്ലിൽ കൂടെ തന്നെ ചാടിയിട്ട് ആ സോഫയിൽ വന്ന് കിടക്കുക. അതാണ് ആളുടെ മെയിൻ ഹോബി. അപ്പോൾ അതാ ഗൈസ് നമ്മൾ ബസ്സിലാണ് കേട്ടോ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ബസ്സിൽ കയറി. അപ്പോൾ അറിയണ ഒരാളായിരുന്നു കേട്ടോ അതിലത്തെ കണ്ടക്ടർ. കുറേ വർഷമായി ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് അങ്ങനെ നമ്മൾ എക്സിബിഷൻ കാണാൻ എത്തിയിട്ടാണ്. അമ്മയ്ക്ക് എത്ര വയ്യായിട്ടുണ്ടെങ്കിലും അമ്മ അതൊന്നും പറയാറില്ല കേട്ടോ. അമ്മയും അപ്പയാണെങ്കിലും ഒന്നും പറയാറില്ല. ഒരാഗ്രഹങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലായിടത്തേക്കും പോകാനും കാര്യങ്ങളൊക്കെ പറയാറ്. അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്നൊക്കെ ചോദിക്കുക. അവർക്കായിട്ട് ഒരു ആഗ്രഹമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതാ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്കൊരു 5 പേരുടെ പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മുടെ കൂടെ വന്നു. അങ്ങനെ എവിടേക്ക് പോകാനാണെങ്കിലും നമ്മളതിനെ ഇനിഷ്യേറ്റ് എടുക്കണം. അവരായിട്ടൊന്നും പറയില്ല. അങ്ങനത്തെ വന്ന എക്സിബിഷൻ സ്റ്റാളിലൊക്കെ കയറി ഇതാ ഇവിടുത്തെ ആദ്യത്തെ കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫർണിച്ചേഴ്സിൻ്റെ സാധനങ്ങൾ കണ്ടു. അപ്പോൾ അപ്പയുടെയും അമ്മ ജോലി ചെയ്യുന്നത് ഫർണിച്ചറിൻ്റെ ഷോപ്പിലാണ്. അപ്പയുടെ പണി എന്ന് പറഞ്ഞാൽ മരപ്പണിയാണ് കേട്ടോ, കാർപ്പൻറ്ററാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. ഒരു ഐസ്ക്രീം കഴിച്ചു. അമ്മയ്ക്ക് ഐസ്ക്രീം വേണോ ചോദിച്ചപ്പോൾ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചിപ്സ് കണ്ടപ്പോൾ എരിവുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് പണ്ടോട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചിപ്സൊക്കെ കണ്ടപ്പോൾ ചിപ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചിപ്സ് ഞങ്ങൾ വാങ്ങിച്ചു. കുറച്ച് വാങ്ങിച്ചുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ അത് കുറച്ച് വാങ്ങിച്ചു. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച ഉടനെ തന്നെ അപ്പയ്ക്ക് നല്ല ചുമ വന്നു. കാരണം ആ എരിവിൻ്റെ കുത്തൽ ഉള്ളിലേക്ക് എടുത്തിട്ട് ഭയങ്കര ചുമ വന്നു കേട്ടോ. അപ്പോൾ അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാനതൊക്കെ ബാഗിൽ വെച്ചു. സൺഡേ ആണ് നമ്മൾ പോയതെങ്കിലും അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് നടക്കാനും എല്ലാം ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് യന്ത്രൂഞ്ഞാൽ കറങ്ങണതും പിന്നെ ഈ ഒരു വഞ്ചി പോലത്തെ സംഭവം മുകളിൽ പോയിട്ട് താഴേക്ക് വരണതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ താഴേക്ക് വരണ കണ്ടപ്പോൾ അമ്മ പേടിച്ചിട്ട് ഇങ്ങനെ അപ്പോട് അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് 2 ഫോട്ടോ ഇട്ടു. അപ്പോൾ വന്നിട്ട് ഒരു ചായപ്രേമിയാണ് ഗൈസ്. അപ്പോൾ അപ്പയ്ക്ക് ചായ കുടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു ചായ ഷോപ്പ് കണ്ടപ്പോൾ ആൾ പറഞ്ഞു അവിടുന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കേട്ടോ പറഞ്ഞത് ഇവിടുത്തെ ചായ ഒന്നും കുടിക്കണം, നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തെ അടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ ആ ശരി ഓക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെയും നടന്ന് പിന്നെയും ഇവിടെ നിന്ന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ നടക്കാനൊക്കെ ആയിട്ട്. കുറേ നടന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതിന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇടയിൽ വെച്ചിട്ട് എക്സിറ്റ് ആവാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെയും ഞങ്ങൾ അവിടെ നടന്നു. പിന്നെ അപ്പയ്ക്കും അമ്മയും കൂടിയിട്ട് ഇതാ ഇങ്ങനെ ചന്ദ്രയിൽ പോയതിൻ്റെ അതിൻ്റെ ISROൻ്റെ സംഭവം കണ്ടിട്ട് അവിടെ നിന്നിട്ട് അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതാ പുത്തമ്പള്ളിയുടെ അവിടം വരെ നടന്നിട്ടാണ് കേട്ടോ ഒരു ചായ കുടിച്ചത് അവിടുത്തെ അക്ഷയയിൽ കയറിയിട്ട്. പക്ഷെ എന്തോ എനിക്ക് അക്ഷയയിൽ ഒന്നും തന്നെ ഇഷ്ടമായില്ല. ചായയും കുടിച്ചു പിന്നെ മസാല ദോശയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ശക്തനെയും വന്ന ശക്തനും ബസ്സൊക്കെ കയറിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ബസ്സിലാണ് വന്നത്. അങ്ങനെ വീടെത്തിയ പാടതാ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എവിടെ പുറത്ത് പോയി വന്നാലും ഇവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. വന്നപ്പാടെ മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല കരച്ചിലായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുക്കാനായിട്ട്. ആകെ കൂടെ ആ ചിപ്സ് വാങ്ങിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചിപ്സ് നമ്മൾ പൊട്ടിച്ചിട്ട് 2 പേർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരാൾ പിന്നാലെ ഞാൻ പറഞ്ഞിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ പോരങ്ങാട്ട് മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടൊരു വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കണം. അപ്പോൾ അത് പോണ നേരത്തെ കണ്ടു. നമ്മളത് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു, കുറേ ദിവസമായി നോക്കി വെച്ചിട്ട്. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം പൂച്ചക്കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതിന് വിശന്നിട്ട്. അപ്പോൾ അതായത് പൊട്ടിച്ചു ഞങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു തണ്ട് ചീരയാണ് ഇവർ നമ്മുടെ വീട്ടിലുണ്ടായത് പൊട്ടിച്ചുപ്പി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്താ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളവിടെ വെച്ചിടുന്ന കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാ, ലവ് യു, ബൈ.